എല്ലാവർക്കും ഓൾ ഇൻ വണ്ണിലേക്ക് സ്വാഗതം. ഉച്ചക്കാലത്തെ ഊണൊന്ന് റെഡിയാക്കാമെന്ന് വെച്ചിട്ടാണ്. കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് അരിയാണ്. നീളത്തിൽ അരിയാണ്, ചെറുതായിട്ട് കനം കുറച്ച്. എല്ലാം അരിയും. ഇനിയും ഇതിന് രണ്ടുമൂന്ന് പച്ചമുളകും കൂടെ കീറിയിടുവാണ്. ഒരു സവോള എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാകം ചെയ്യാം. എന്നിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടാം ആദ്യം. സവോള ഇടാം. സവോള എളുപ്പം വഴന്ന് വരാനായിട്ട് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ സവോള പിടിച്ച് കഴിയുമ്പോഴും നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം വേണം. വെള്ളമില്ലാതെ ആണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഈ കോവയ്ക്കയിൽ തന്നെ വെള്ളമുണ്ട്. പച്ചക്കറി തീ കുറച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കരിയാതെ അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടും. ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കോവയ്ക്കയ്ക്ക് ഉപ്പ് പോരാതെ വരും. മൂടി വെച്ച് തീ കുറച്ച് പപ്പടം വറുത്ത് വറ്റലൊക്കെ ഇരിപ്പുണ്ട്, കൊണ്ടാട്ടം ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി പപ്പടത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കിഴുത്ത ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, അത് പപ്പടം ഒറ്റ കോമളായിട്ട് വരില്ല. നാലോ അഞ്ചോ പപ്പടമൊക്കെ മതി ഞങ്ങൾക്ക്. ഒരുപാട് പപ്പടമൊന്നും കഴിക്കില്ല. ഓരോ പപ്പടമൊക്കെ കഴിക്കുള്ളൂ. തീരെ നൈസായിട്ടുള്ള പപ്പടമാണേ. അത് കാരണം ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ അത് മുറിഞ്ഞു പോവുക.
തീരെ നൈസായിട്ടുള്ളതായതുകൊണ്ട് മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്നത്. നല്ല പപ്പടമാണ്. ഇനി കുറച്ച് കൊണ്ടാട്ടം കിട്ടിയിട്ടുണ്ട്. മോനത് വലിയ ഇഷ്ടമാണ്. കാരണം ഇനി അത് കുറച്ച് അതുകൂടെ വറുത്തെടുക്കാം. പല കളറിലുള്ളതാണ്. തീരെ നൈസായിട്ടുള്ളതാണ്. ഇത് കപ്പയാണോ അരിയാണോ എന്നൊന്നറിയില്ല, അരിപ്പൊടിയാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും സാധനം നല്ലതാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. അങ്ങനെ അതും വറുത്തെടുത്തു. ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണിന് രസമാണ് വെച്ചിരിക്കുന്നത്. തക്കാളി കൊണ്ടുള്ള രസം. കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. കറിവേപ്പിലയുടെയും സവോളയുടെയും ഒക്കെ ഒരു നല്ല ടേസ്റ്റ് കോവയ്ക്കയിൽ പിടിച്ചിരിക്കും. ഇനി ഊണ് വിളമ്പാം. കുറച്ച് ചോറ്, ആദ്യം പപ്പടം വയ്ക്കാം. പിന്നെ കൊണ്ടാട്ടം ഭയങ്കര ഇഷ്ടം, അത് കാരണം കുറച്ച് കൂടുതലിരിക്കട്ടെ. ഇനി മെഴുക്ക് പുരട്ടി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, മസാലയൊക്കെ ചേർത്തിട്ടുള്ള നല്ല കോവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇനി രസം. ഇതിൻ്റെ കൂടെ തൈരും ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ തൈര് അങ്ങനെ കൂട്ടാറില്ല. അതുകൊണ്ട് എല്ലാവരും വായോ ഊണ് കഴിക്കാം. എല്ലാവർക്കും ഊണൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്.
എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.